തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ആഗോള പരിസ്ഥിതി ദിനം UNO 1972 നടപ്പാക്കിയ പരിസ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കുവാനും പഠിക്കുവാനും ബോധവൽക്കരിക്കുവാനും കർമ്മപരിപാടികൾ ആവിഷ്കരിക്കുവാനുമായി ഉണ്ടാക്കിയ ദിനമാണല്ലോ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഈ വർഷം ലോക പരിസ്ഥിതി ദിനം ഞായറാഴ്ചയാണ് എന്നുള്ളത് ഒരു പ്രത്യേകത കൂടിയാണ്. നാം ഇന്ന് അനുഭവിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പ്രത്യേകമായി വിവരിക്കേണ്ടതില്ല. ആഗോള താപനം, ചൂട് ദൈനംദിനം വർദ്ധിച്ചു വരുന്നു. മരുവൽക്കരണം കേരളം പോലെ സുഖശീതളമായ ഒരു രാജ്യത്ത് മരുവൽക്കരണം അതിൻ്റെ ഉച്ചാവസ്ഥയിലേക്ക് വരുത്തുന്നു. കുടിവെള്ളം ഇല്ലാതായിട്ട് മാസങ്ങളായി. 44 നദികളും 3 മഴ സീസണുമുള്ള കേരളത്തിൽ ആറുകളെല്ലാം വറ്റി വരണ്ടു. കുടിവെള്ളമില്ല. ചൂട് മനുഷ്യന് താങ്ങാവുന്നതിലധികം. സൂര്യതാപം ഒരു ദൈനംദിന പ്രതിഭാസമായി മാറിയിരിക്കുന്നു. പ്രകൃതിയിന്മേൽ മനുഷ്യൻ കടന്നാക്രമിച്ചതിൻ്റെ പ്രതിഫലനമാണിത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. മനുഷ്യൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ദൈവം മനോഹരമായി മെനഞ്ഞെടുത്ത ഈ ഭൂമി താളാത്മക ബന്ധത്തിൽ സൃഷ്ടിക്രമങ്ങൾ നിലനിൽക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആദ്യകാല പദ്ധതിയും ദൈവത്തിൻ്റെ ആഗ്രഹവുമായിരുന്നു. മനുഷ്യൻ, മൃഗജാലങ്ങളും എല്ലാ സൃഷ്ടിക്രമങ്ങളും ഒത്തൊരുമിച്ച് പറുദീസായുടെ അനുഭവമായി സമാധാനത്തോടെ പരസ്പര ബന്ധത്തിൽ താളാത്മക ബന്ധത്തിൽ കഴിഞ്ഞുകൂടണം എന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹവും പദ്ധതിയുമായിരുന്നു. ആകാശങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തെ അറിയിക്കുന്നു. ആകാശത്തട്ട് അവൻ്റെ കൈവേലയെ കാണിക്കുന്നു. 23-ാം സങ്കീർത്തനം ദൈവത്തിൻ്റെ സൃഷ്ടിക്രമങ്ങളിലുള്ള ശാന്തതയും താളാത്മക ബന്ധവും വിളിച്ചോതുന്ന ഒരു വലിയ സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിൽ ഭൗമപർദീസായുടെ ആവിഷ്കരണം സങ്കീർത്തനക്കാരൻ വളരെ ഭംഗിയായി സമ്യക്കായി നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പരിസ്ഥിതി പ്രശ്നങ്ങളും പരിസ്ഥിതിയിന്മേൽ മനുഷ്യൻ മൂലമുണ്ടായ ആഘാതങ്ങളും ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. മലിനീകരണം അതിൻ്റെ ഉച്ചാവസ്ഥയിലായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു തിരിഞ്ഞു നോട്ടം, ഒരു തീർത്ഥാടനം, നമ്മുടെ പൂർവികന്മാരുടെ ആ ഒരു പ്രകൃതിയിന്മേലുള്ള ഒരു തിരിഞ്ഞു നോട്ടം, ഒരു തീർത്ഥാടനം ഇന്ന് അനിവാര്യമാണ് എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് ചിന്തിക്കേണ്ടതോ പറയേണ്ടതോ ആയിട്ടില്ല. ആകയാൽ ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് സ്വയം ബോധവൽക്കരിക്കുവാനും സമൂഹത്തെ ബോധവൽക്കരിക്കുവാനും ഒരു വലിയ കടമയുണ്ട്. ദൈവോദ്ദേശത്തിൽ നിന്ന് വ്യതിചലിച്ച ആധുനിക സ്വാർത്ഥതയുടെ സമൂഹത്തെ ഈ പാപത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പിന്തിരിപ്പാനുള്ള വലിയ കടമയും ഉത്തരവാദിത്വവും സഭയ്ക്കുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഏറ്റുപറയേണ്ട പാപങ്ങളുടെ ലിസ്റ്റിൽ പ്രകൃതിയിന്മേൽ നാം കാട്ടിക്കൂട്ടുന്ന അന്യായങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ മൗലികമായ കടമയാണ്. മനുഷ്യൻ പരിസ്ഥിതിയുടെ ഭാഗമാണ്. പരിസ്ഥിതിയെ സംരക്ഷിക്കുവാനുള്ള കടമയിൽ നിന്ന് മാറി പരിസ്ഥിതിയുടെ വിധ്വംസകനായി അവൻ മാറുന്ന ഈ ചിത്രം നമ്മുടെ മനസ്സ് തുറപ്പിക്കേണ്ടതാണ്. വരും തലമുറയെ ഓർത്തെങ്കിലും നമ്മുടെ ചിന്താഗതിയും കർമ്മവും പദ്ധതികളും ഒരു പരിസ്ഥിതി സൗഹൃദത്തിലാക്കുവാൻ നാം ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യണം. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഈ ലക്ഷ്യങ്ങളൊക്കെ മുൻനിർത്തി പരിസ്ഥിതി സൗഹൃദത്തിലേക്കും ദൈവോദ്ദേശത്തിലേക്കും മനുഷ്യനെ നയിക്കുവാനും അവൻ്റെ ചിന്തയെ ഉദ്ദീപിപ്പിക്കുവാനും അങ്ങനെയുള്ള കർമ്മപരിപാടികൾ ആവിഷ്കരിക്കുവാനും ബോധവൽക്കരണം നടത്തുവാനും വേണ്ടിയാണ്
എക്കോളജിക്കൽ കമ്മീഷൻ എന്നുള്ള പേരിൽ സഭ ഒരു സമിതിയെ എടുത്തിട്ടുള്ളത്. തുമ്പോൺ ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്യ കുറിയാക്കോസ് മാർ ക്ലിമീസ് തിരുമേനി, ബലഹീനായ ഞാൻ തിരുമേനി അതിൻ്റെ അധ്യക്ഷനും ബലഹീനായ ഞാൻ അതിൻ്റെ ഉപാധ്യക്ഷനുമായി പല പരിപാടികളും ഈ നടക്കുവാക്കുവാൻ ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യാറുണ്ട്. നമ്മുടെ ഭദ്രാസന തലത്തിലും അഭിവന്യരായ തിരുമേനിമാരുടെ മേൽനോട്ടത്തിൽ പല കർമ്മപരിപാടികളും പല ബോധവൽക്കരണ പരിപാടികളും ഈ തലങ്ങളിൽ നടക്കുന്നു, ഇടവകളിലും നടക്കുന്നുണ്ട് എന്നുള്ളതിൽ അനൽപമായ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയുടെ ആഹ്വാനം പരിസ്ഥിതി ദിനം ആഘോഷിക്കുവാൻ ഉണ്ടാകും എന്നുള്ളതും ഞാൻ ഈ തരുണത്തിൽ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ ദിവസം ഞായറാഴ്ച ദിവസം പ്രത്യേകമായി പരിസ്ഥിതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടിയുള്ള ബോധവൽക്കരണ പരിപാടികൾ നടത്തുവാനും നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുവാനും ആ രീതിയിൽ മിതത്വവും ലളിതവുമുള്ള ഒരു ജീവിതം, പരിസ്ഥിതി സൗഹൃദമായ ഒരു വലിയ പരിസ്ഥിതി നീതിയുടെ വക്താക്കളായി മാറുവാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു നല്ല ശക്തിയായ ബോധവൽക്കരണം നമുക്കുണ്ടാകണം. ഒരു ഹരിത ദർശനം, ഹരിതഭാവം നമ്മുടെ വീടുകളിലും ഇടവകളിലും സഭയിലും സമൂഹത്തിലും ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ആയതിനാൽ ഈ വർഷത്തെ നമ്മുടെ ആഗോള പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശമായി വന്യജീവനം ധ്വംസിക്കുന്ന, അതിന് ഭീഷണി ഉയർത്തുന്ന ശക്തികൾക്കെതിരായി പോരാടുക എന്നുള്ളതാണ് ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ഈ വർഷത്തെ സന്ദേശം. വന്യജീവന വിധ്വംസക പ്രവർത്തനത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അണിനിരക്കുന്നതോടൊപ്പം എക്കോളജിക്കൽ കമ്മീഷൻ ഈ വർഷം മുന്നോട്ട് വെക്കുന്ന വലിയൊരു ആശയം ആവർത്തന പുസ്തകത്തിൽ ആവർത്തിച്ച് പറയുന്ന ഒരു സന്ദേശമാണ്: നിങ്ങൾ അധിവസിക്കുന്ന ഭൂമിയെ മലിനമാക്കരുത്. അത് മാലിന്യമെന്ന് പറയുമ്പോൾ ഇന്ന് പല തലങ്ങളിൽ മാലിന്യം വർദ്ധിക്കുന്നുണ്ട്. നാം അധിവസിക്കുന്ന ചുറ്റുപാടുകൾ മാലിന്യം കൊണ്ട് നിറയുകയാണ്. നമ്മുടെ മനസ്സിൽ വിഷലിപ്തമായ ചിന്തകൾ കടന്നുകൂടുകയാണ്. കുടിക്കുന്ന വെള്ളം മലിനമാവുകയാണ്. വായു ഇന്ന് വിഷലിപ്തമാണ്. ഭക്ഷണ സാധനങ്ങൾ സ്വാർത്ഥതയും കൊള്ളലാഭവും ചെയ്യുവാൻ വേണ്ടി ഭക്ഷണ സാധനങ്ങളിൽ പോലും മാലിന്യവും മായവും കലർത്തി വിൽക്കുന്ന ഒരു അനുഭവം. പച്ചക്കറികൾ മൊത്തം വിഷലിപ്തമാണ്. ആകയാൽ നാം ഈ ദിനത്തിൽ കൂടുതൽ ബോധവാന്മാരാവുകയും നാം അധിവസിക്കുന്ന ഭൂമിയെ ഒരു കാരണവശാലും മലിനപ്പെടുത്താതിരിക്കുവാൻ, നമ്മുടെ ചിന്തകളെ മലിനപ്പെടുത്താതിരിക്കുവാൻ, ആധ്യാത്മികമായ ദർശനങ്ങളെ, വിശ്വാസത്തെ മലിനപ്പെടുത്താതിരിക്കാൻ മലിനീകരണത്തിനെതിരായ ഒരു വലിയ ആഹ്വാനവും സന്ദേശവും ഈ വർഷത്തിലെ പരിസ്ഥിതി ദിനത്തിൽ മുന്നോട്ട് വയ്ക്കുകയാണ്. മാലിന്യ വസ്തുക്കൾ നിർമ്മാർജ്ജനം ചെയ്യുവാൻ, സോളിഡ് വേസ്റ്റ് പോലെയുള്ള മാലിന്യങ്ങൾ ബുദ്ധിപരമായി ആർക്കും ഉപദ്രവമുണ്ടാവാതെ അതിനെ നിർമ്മാർജ്ജനം ചെയ്യുവാനുള്ള ഇന്ന് പദ്ധതികൾ ധാരാളമുണ്ട്. അതൊക്കെ നാം അനുവർത്തിച്ച് നമ്മൾ നടപ്പാക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും പരിസ്ഥിതി ദിനം നമ്മെയും നമ്മുടെ സമൂഹത്തെയും സഭയായും വ്യക്തികളായും കുടുംബമായും ദൈവസന്നിധിയിൽ കൂടുതൽ സമർപ്പിക്കുവാനും പരിസ്ഥിതി സൗഹൃദമായ ആധ്യാത്മികതയിലൂന്നിയ ഓർത്തഡോക്സ് വിശ്വാസത്തിൽ, പ്രത്യേകിച്ച് പൗരസ്ത്യ ദൈവശാസ്ത്രത്തിൽ ഈ പരിസ്ഥിതിക്ക് ചേർന്ന ഒരു ജീവിതവും എല്ലാവരും ചേർന്ന ഒരു കോസ്മിക് ആരാധനയും, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഭൂമിയും സമുദ്രങ്ങളും എല്ലാ സൃഷ്ടിക്രമങ്ങളും ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ആരാധനാ ദർശനവും പൗരസ്ത്യ സഭയ്ക്കുണ്ട്. ഇതൊക്കെ കൂടുതൽ ഉൾക്കൊള്ളുവാനും ആധ്യാത്മികതയിൽ ഉയരുന്നതോടൊപ്പം തന്നെ നമ്മുടെ സഹോദരങ്ങളോട്, വേദനിക്കുന്ന സഹോദരങ്ങളെന്ന് പറയുമ്പോൾ മനുഷ്യർ മാത്രമല്ല, മറ്റ് സൃഷ്ടിക്രമങ്ങളും നമ്മുടെ സഹോദരന്മാരുടെ പരിധിയിൽ ഉൾപ്പെടും. അവരോടെല്ലാം നീതിയും സ്നേഹവും കരുതലും കാട്ടി ഒരാധ്യാത്മികതയിൽ ഉയർന്ന ജീവിതം നയിക്കുവാൻ ഈ പരിസ്ഥിതി ദിനം ഉതകട്ടെ. അതിന് എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുന്നു. സഭയുടെ എക്കോളജിക്കൽ കമ്മീഷൻ്റെ ഉപാധ്യക്ഷൻ എന്ന നിലയിൽ
പരിസ്ഥിതി കമ്മീഷന് വേണ്ടി എല്ലാ സ്നേഹവും പ്രാർത്ഥനയും ആശംസയും പരിസ്ഥിതി സൗഹൃദമായ ജീവിതവും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം തമ്പുരാൻ തൻ്റെ വലത്തുക്കരം നീട്ടി നമ്മെ എല്ലാവരെയും വാഴ്ത്തുകയും അനുഗ്രഹിക്കുകയും കൃപകൾ ചൊരിഞ്ഞു തരികയും ചെയ്യുമാറാകട്ടെ. ആമേൻ.